അരുൺ, ഒരൊറ്റ ചോദ്യം, രാഹുൽ, ഇത് 2013 ചിത്രങ്ങൾ പ്രമുഖ മാധ്യമങ്ങൾ വന്നതാണ്. 2013 അവിടെ സ്വർണം ക്ലാഡ് ചെയ്ത് തന്നെയാണ് ഉള്ളത്. പിന്നെ അത് 2019 എങ്ങനെ ചെമ്പാകും? ഇത് നിങ്ങൾക്കല്ലേ എല്ലാ മീഡിയക്കും ഫുട്ടേജും കാര്യങ്ങളും ഉള്ളതല്ലേ? 2013 സ്വർണം ക്ലാഡിംഗ് ആണ്. അപ്പൊ 2019 അരുണിന് കേൾക്കാമോ? രാഹുൽ, എനിക്ക് സംശയമുണ്ട് അരുണിന് കേൾക്കാമോ എന്ന്. ഞാൻ ഇടയ്ക്ക് ഇങ്ങനെ അരുണിന്റെ ഈ ദ്വാരപാലക ശില്പം തിരുത്തുമ്പോഴും അരുണിന് കേൾക്കാൻ കഴിയുന്നുണ്ടായിരുന്നില്ല. അരുൺ കേൾക്കാമോ? ഈ ചോദ്യം അങ്ങനെ ചോദിക്കണേ, കാര്യം കണ്ടിട്ടുണ്ടല്ലോ. അരുൺ കേൾക്കാമോ? അരുൺ കേൾക്കാമോ? ആ സാങ്കേതിക പ്രശ്നമുണ്ട്, അതൊന്ന് ശരിയാക്കിയിട്ട് വരാം. എൻ ശ്രീകുമാർ, രാഹുൽ ഇവിടെ ചൂണ്ടിക്കാട്ടിയ ചിത്രം ഞാൻ മനസ്സിലാക്കുന്നത് ശരിയായിട്ടാണെങ്കിൽ 2013 ശ്രീശാന്ത് ആ സോപാനത്തിന്റെ മുൻവശം നിന്ന് തൊഴുന്നതാണ് അല്ലേ രാഹുലെ? അതെ അതെ, ശ്രീശാന്തൊക്കെ ഉള്ള ഒരു ചിത്രമാണത്. മാതൃഭൂമിയാണ് അന്ന് ആ ഫോട്ടോ ശേഖരത്തിൽ അതിപ്പോൾ പുറത്തു വന്നിട്ടുണ്ട്. അത് ഇന്നിപ്പോൾ പുറത്തു വരുന്നതിൻ്റെ പ്രസക്തി എൻ ശ്രീകുമാറിനും അറിയുമായിരിക്കും. അന്ന് ആ ശ്രീശാന്ത് അടക്കം അവിടെ ദർശനം നടത്തുമ്പോൾ ശ്രീകോവിലിൻ്റെ ഈ ഇരുവശത്തുമുള്ള ഈ ദ്വാരപാലക ശില്പങ്ങൾ പൊന്നുകൊണ്ട് പൊതിഞ്ഞിരിക്കുന്ന നിലയിൽ തന്നെയാണ് എന്ന് മാത്രവുമല്ല അതിനൊരു ശോഭക്കുറവും സംഭവിച്ചിട്ടില്ല. എന്നാൽ പത്മകുമാറിൻ്റെ നോട്ടത്തിൽ മാത്രമാണ്, അദ്ദേഹം പോയി നോക്കുമ്പോഴും ഉണ്ണികൃഷ്ണൻ പോയി നോക്കുമ്പോഴുമാണ് അതിൽ സ്വർണത്തിൻ്റെ തരിമ്പ് പോലും കാണാൻ കഴിയാതിരിക്കുന്നത്, ചെമ്പ് മാത്രം പുറത്തു നിൽക്കുന്നത്. ഇങ്ങനെ ഉണ്ണികൃഷ്ണൻ പോറ്റി പത്മകുമാർ ബന്ധത്തിൻ്റെ അടിസ്ഥാനം എന്താണെന്നാണ് അങ്ങ് കരുതുന്നത്? കൂടാതെ ഒരു കാര്യം കൂടി, ഇവിടെ ഈ പറയുന്ന ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ പുറത്തു വരുമ്പോൾ പത്മകുമാർ അനന്തഗോപനെതിരെ യുദ്ധം പ്രഖ്യാപിക്കുകയാണ്. അങ്ങനെ വരുമ്പോൾ ഒരർത്ഥത്തിൽ ഈ സർക്കാർ തന്നെ പ്രതിരോധത്തിലാവുകയാണ്. അപ്പോൾ ഇതിൻ്റെ തുടർന്നുള്ള അന്വേഷണത്തിൻ്റെ ഗതി മാറ്റുക എന്ന പരോക്ഷമായൊരു രാഷ്ട്രീയ ഇടപെടലാണോ ഈ പത്മകുമാറിൻ്റെ ഇന്നത്തെ പ്രതികരണത്തിലൂടെ ഉണ്ടായിരിക്കുന്നത്? ഒരർത്ഥത്തിൽ ജി സുധാകരനും പ്രതികരിച്ചത് ഈ സർക്കാരിനെ പ്രതിക്കൂട്ടിലാക്കിയിട്ടുണ്ട്. അപ്പോൾ ഇതെല്ലാം ഈ ജസ്റ്റിസ് ശങ്കരൻ വന്നു കഴിഞ്ഞാൽ ഉടനെ എല്ലാം അങ്ങ് പകൽ പോലെ വ്യക്തമാകും എന്ന ഒരു പുതിയ CPM വാദമുണ്ടല്ലോ, അതങ്ങനെ നമുക്ക് അംഗീകരിക്കാൻ കഴിയുന്ന പശ്ചാത്തലവും സാഹചര്യവുമാണോ ഉള്ളത്? നോക്കൂ ശ്രീ വേണു, ഇവിടെ ശബരിമലയിലെ ശാസ്താവിൻ്റെ കാവൽക്കാരാണ് ദ്വാരപാലകന്മാർ. ശബരിമലയുടെ കാവൽക്കാരാണ് ദേവസ്വം ഭാരവാഹികൾ. അപ്പോൾ ദ്വാരപാലകരുടെ ആ മേനിയഴക് നഷ്ടപ്പെട്ട സംബന്ധിച്ച് അഭിപ്രായം പറയേണ്ടത് കാവൽക്കാരായ ദേവസ്വത്തിൻ്റെ ഭരണാധികാരികളും ദേവസ്വം വകുപ്പ് മന്ത്രിയുമാണ്. അപ്പോൾ ഇതിൽ ആരുടെ അഴകാണ് ഇനിയും അഴുക്ക് വരാനുള്ളതെന്ന് മാത്രമേ നമുക്കറിയാനുള്ളൂ. അതെന്തായാലും നമുക്കിവിടുന്ന് പറയാൻ പറ്റില്ല, അത് വഴിയെ തെളിയട്ടെ. ഇത് കേരളത്തിലെ ജനങ്ങൾ അയ്യപ്പ സംഗമം ചർച്ച ചെയ്തില്ല, പക്ഷേ ജനങ്ങൾ ഇത് ചർച്ച ചെയ്യുന്നുണ്ട്. കാരണം ശബരിമലയിലെ ദ്വാരപാലകരുടെ ആ സ്വർണം പൊതിഞ്ഞ പാളി, അത് ചെമ്പാണെന്ന് പറയുന്നു, സ്വർണ്ണമാണെന്ന് പറയുന്നു, എന്തായാലും ഒരു ശരാശരി ഭക്തനിതൊന്നും അറിയില്ല. അയാളവിടെ പോകുമ്പോൾ കാണുന്നത് എന്തെങ്കിലുമൊക്കെ ആയിരിക്കാം. പക്ഷേ അവരുടെ വിശ്വാസമുണ്ട് അവിടെ. ആ വിശ്വാസത്തിൻ്റെ അടിസ്ഥാനത്തിൽ അവരുടെ സംശയം തീർത്തു കൊടുക്കേണ്ടത് ഗവൺമെൻറ്റിനാണ്. ഗവൺമെൻറ്റാണ് മിണ്ടുന്നില്ല. ഗവൺമെൻറ് എന്ന് വെച്ചാൽ ഞാൻ ഉദ്ദേശിച്ച ദേവസ്വം വകുപ്പ് മന്ത്രി മാത്രമല്ല, ഈ ഗവൺമെൻറ്റിൻ്റെ ഉത്തരവാദിത്തം, ഇത് പറയാനുള്ള ഉത്തരവാദിത്തം. ശബരിമല അയ്യപ്പ സംഗമം നടത്തിയപ്പോൾ അത് ഉദ്ഘാടനം ചെയ്തത് ആരാണോ ആ വ്യക്തി, അത് മുഖ്യമന്ത്രിയാണ് ജനങ്ങളുടെ സംശയം തീർത്തു കൊടുക്കേണ്ടയാൾ. കാരണം ശബരിമല എന്ന് പറയുന്നത് ദക്ഷിണേന്ത്യയിലെ മാത്രമല്ല, ഇപ്പോൾ ഉത്തരേന്ത്യയിലും കഴിഞ്ഞ് ആഗോള പ്രശസ്തിയിലേക്ക് ഉയർത്താനാണ് ഗവൺമെൻറ്റിൻ്റെ ശ്രമം. അപ്പോൾ അങ്ങനെ ഗവൺമെൻറ് ശ്രമിച്ചുകൊണ്ടിരിക്കുമ്പോൾ, എന്ന് ഗവൺമെൻറ് പറയുന്നതാണ് കേട്ടോ, ഞാൻ പറയുന്നതല്ല, ഗവൺമെൻറ് ശ്രമിച്ചുകൊണ്ടിരിക്കുമ്പോൾ അവിടെയുള്ള ഭഗവാന്റെ ഈ പാളികൾ അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട സ്വർണവും ചെമ്പും തമ്മിലുള്ള തർക്കം തീരുന്നില്ല. അത് ശബരിമല ഭരിച്ച CPM നേതാക്കൾ തമ്മിലുള്ള തർക്കത്തിലേക്ക് മാറുന്നു. ഇങ്ങനെയൊക്കെ വരുമ്പോൾ അതിൻ്റെ സംശയം തീർത്തു കൊടുക്കേണ്ട ആൾ മുഖ്യമന്ത്രിയാണ്. കാരണം ആഗോള പ്രശസ്തിയിലേക്ക് ശബരിമലയെ ഉയർത്താൻ പോകുന്നു എന്നുള്ളത് കൊണ്ട്. അപ്പോൾ അതുകൊണ്ട് ഇത് ജനങ്ങളിത് ചർച്ച ചെയ്യുന്നുണ്ട്. അയ്യപ്പ സംഘം അങ്ങനെ ചർച്ച ചെയ്തിട്ടൊന്നുമില്ല, അത് നടന്നുപോയി. പക്ഷേ ഇത് ചർച്ച ചെയ്യും. കാരണം എന്താ വെച്ചാൽ ഇത് വിശ്വാസികളുടെ ഏറ്റവും ഒരു വലിയ പ്രശ്നമാണ്. ഇവിടെ രാഹുൽ ഈശ്വർ പറഞ്ഞതുപോലെ സ്വർണ്ണമാണെന്ന് ചെല്ല് പറയുന്നു, ചെമ്പാണെന്ന് ചെല്ല് പറയുന്നു. നമ്മളിത് കൃത്യമായിട്ട് കാണാത്തതുകൊണ്ട് നമുക്ക് അറിയില്ല. പക്ഷേ ഒരു കാര്യം നമ്മളുടെ മുമ്പിലുണ്ട്, സംശയപരമായ എന്തോ അവിടെ നടന്നിട്ടുണ്ട് എന്നുള്ളത്.